കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് 2024 സിനിമാ അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തിരുന്നു. മമ്മൂട്ടി മികച്ച നടനും ഷംല ഹംസ മികച്ച നടിക്കുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ചടങ്ങിന്റെ വീഡിയോയും ഫോട്ടോകളും വൈറലായ ശേഷം യുവനടി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പ് വൈറലായിരുന്നു. പുരസ്കാര സമർപ്പണ വേദിയിൽ ഇരിപ്പിട ക്രമീകരണത്തിന് വിമർശിച്ചായിരുന്നു അഹാനയുടെ കുറിപ്പ്. പുരസ്കാര ജേതാക്കളായ സ്ത്രീകളെ മുൻനിരയിൽ ഇരുത്താതിരുന്നതാണ് അഹാന വിമർശിച്ചത്. ടൊവിനോ തോമസും ആസിഫ് അലിയും അടക്കമുള്ളവർ മുൻനിരയിൽ, നടിമാരായ ദിവ്യപ്രഭയും കുസൃതിയുമെല്ലാം രണ്ടാം നിരയിലായിരുന്നു ഇരുന്നത്. നടിയുടെ പോസ്റ്റ് പുറത്തു വന്നതോടെ വലിയ രീതിയിൽ ചർച്ചകളും ആരംഭിച്ചു. എന്നാൽ അഹാന ഇത്തരം ഒരു കുറിപ്പ് പങ്കിട്ടത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ കയ്യടി മോഹിച്ച് മാത്രമാണ് വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും. ഇത്തരം പുരസ്കാര നിശകളിൽ സിറ്റിംഗ് ക്രമീകരിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരമാണ്. അവിടെ ആൺ പെൺ വ്യത്യാസമില്ലെന്നും കുറിപ്പിൽ പറയുന്നു. അഹാന കൃഷ്ണന്റെ സീറ്റിംഗ് വിവാദം വസ്തുതകൾ അറിയാത്ത ലൈംലൈറ്റിന് വേണ്ടിയുള്ള വെറും ഷോ മാത്രം. കഴിഞ്ഞ ദിവസം നടന്ന 56ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ ഇരിപ്പിട ക്രമീകരണത്തിനെ ചൊല്ലി നടി അഹാന കൃഷ്ണ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളായിരിക്കുകയാണ്. സ്ത്രീകളെല്ലാവരും പിന്നിലായിപ്പോയെന്ന് യാദൃച്ഛികമാണോ എന്ന് അഹാനയുടെ ചോദ്യം കേട്ടാൽ തോന്നും അവിടെ വലിയൊരു വിവേചനം നടന്നു എന്ന്. എന്നാൽ സത്യമെന്താണ്? ഇവിടെ അറിയേണ്ട ചില വസ്തുതകളുണ്ട്. മികച്ച നടിക്കുള്ള അവാർഡ് നേതാവായ ഷംല ഹാസൻ മുൻനിരയിൽ മികച്ച നടന്മാർക്കൊപ്പം സംവിധായകർക്കും ഒപ്പമാണ് ഇരുന്നത്. അഹാന ആരോപിക്കുന്ന പോലെ സ്ത്രീകളെല്ലാവരും പിന്നിലായിരുന്നില്ല. ഇത്തരം ഔദ്യോഗിക ചടങ്ങുകളിൽ സീറ്റിംഗ് ക്രമീകരിക്കുന്നത് അവാർഡ് വിഭാഗങ്ങൾ അനുസരിച്ചാണ്. മികച്ച നടൻ, നടി, സംവിധായകൻ, ജൂറി പരാമർശം ലഭിച്ചവർ എന്നിങ്ങനെയാണ് മുൻനിരയിൽ ഇരിക്കുന്നത്. അതാണ് സീറ്റിംഗ് പ്രോട്ടോകോൾ. മികച്ച സഹനടൻ, സഹനടി, സംഗീത സംവിധായകൻ, ഗായകൻ എന്നിവർ തൊട്ടടുത്ത നിരകളിലാണ് സീറ്റുകൾ നൽകാറുള്ളത്. അത് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമായ ഒന്നാണ്. മമ്മൂട്ടിയും ടൊവിനോയും ആസിഫ് അലിയും മുൻനിരയിൽ ഇരുന്നത് അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളുടെ വിവാഹം അനുസരിച്ചാണ്.